ഇന്നൊരു മഴ കണ്ടായിരുന്നു. നമ്മളെ പ്രഭാതം തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇന്ന് രാവിലെ ലേറ്റ് ആയി എണീച്ചോണ്ട് തന്നെ ഉമ്മ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടായിരിക്കുന്നില്ല. അപ്പൊ സനേനെ വേഗം കടയ്ക്ക് വിട്ടു എന്തെങ്കിലും മേടിച്ചോണ്ടിരാൻ പറഞ്ഞിട്ട്. അവള് പോയിട്ട് ബ്രെഡ് അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് മേടിച്ചോണ്ടു. അതായിരുന്നു നമ്മൾ രാവിലെ ചായക്ക് കുടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ മഴക്ക് കഴിഞ്ഞപ്പോ ഉമ്മ ആ വെള്ളമൊക്കെ കളയുന്നുണ്ട്. അത് നോക്കി ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടാ. പിന്നെ മഴ ഉള്ളതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഭയങ്കര മടിയായിരുന്നു. എല്ലാവരും ഇങ്ങനെ പുറത്തിങ്ങനെ മഴ പെയ്യണതും കാഴ്ചകളും കണ്ടിങ്ങനെ ഇരിക്കായിരുന്നു. ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് എന്നുമുള്ള ക്രേവിങ്സ് വരും. ഒരിതാണ്. നമ്മള് അത് വാങ്ങാനും പോണ്. ക്രേവിങ്സ്. അപ്പൊ നമ്മളുടെ ആഗ്രഹം പട്ടീനെ കണ്ടപ്പോൾ നമ്മളുടെ ക്രേവിങ്സിനേക്കാളും ഇമ്പോർട്ടന്റ് നമ്മളെ എന്താണ് ജീവനാണ്. ഹായ് ഗായ്സ്, അപ്പൊ നമ്മളിന്ന് ഫൈനാൻസിലേക്ക് പോവാണ്. പിന്നെ കുഞ്ഞുമാരുടെ വീട്ടിലേക്കൊക്കെ പോകാനുണ്ട്. കുറച്ച് സാധനങ്ങളൊക്കെ അപ്പം എടുക്കാന്. അപ്പൊ നല്ല മഴയാണ്, എന്നാലും നമ്മള് ഓട്ടോറിക്ഷ വിളിച്ച് പോകും. ഇന്ന് ഞാൻ നല്ല ഈമാനായിട്ടാണ് കേട്ടോ പോകുന്നത്. മഴക്ക് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് കുട ചൂടിയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി സെന്ററിൽ പോയിട്ട് ഓട്ടോ വിളിച്ചിട്ടാണ് കുഞ്ഞുമാരുടെ അടുക്ക് പോകാൻ വേണ്ടി വാൻ ചെന്നപ്പോൾ ഓട്ടോ കിട്ടി. പിന്നെ നേരെ അവിടെയുള്ള ഫാൻസി ഷോപ്പിൽ പോയിട്ട് നമ്മൾ 2 ഫേസ് വാഷ് ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വലിയമ്മ അടുത്ത് പോയപ്പോൾ വലിയമ്മയുടെ നല്ല ഉറക്കായിരുന്നു. പിന്നെ നമ്മൾ ചെന്നപ്പോൾ കുഞ്ഞുമ്മ ഉണ്ടായിരുന്നില്ല. കുറെ കഴിഞ്ഞപ്പോഴാണ് കുഞ്ഞുമ്മ വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ വേഗം കുഞ്ഞുമാന്റെ അടുക്ക് കയറിയപ്പോൾ ഉണ്ണിയാളൊക്കെ സ്കൂൾ വിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇങ്ങനെയൊന്നും അല്ലടാ. അങ്ങനെ ചായയൊക്കെ കഴിഞ്ഞിട്ട് വലിയമാട് കുഞ്ഞുമാടൊക്കെ പായൊക്കെ പറഞ്ഞാൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. തിരിച്ചൊരു ബേക്കറി കയറിയിട്ട് ഉണ്ണികൾക്കൊക്കെ ചായക്കുള്ള സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പാണ് ചാമക്കാല 110 അടിയുടെ അർജന്റീനയുടെ ഫ്ലെക്സ് കണ്ടത്. അതാണ് ചാമക്കാല ഏറ്റവും വലിയ ഫ്ലെക്സ്. അത് കണ്ടപ്പോൾ ചില പോർച്ചുഗൽ ഫാൻസിനൊക്കെ കുശുമ്പായി സാധനം കുശുമ്പെടുത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ തിരിച്ചെന്ന പുണ്യാൾ നമ്മളെ കണ്ടപ്പോൾ ഓടി വന്നിട്ടുണ്ടായിരുന്നു. ഉമ്മ ചായ കുടിക്കാൻ വേണ്ടി നമ്മളെ വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയായിരുന്നു. കാരണം നമ്മളാണ് പലഹാരങ്ങൾ മേടിച്ച് വരുന്നത്. നമ്മൾ ചായ കുടിക്കും. വീണ്ടും നമ്മൾ ചായ കുടിക്കും. അപ്പൊ നമുക്ക് ചായ കുടിക്കാൻ ഈ ചിപ്സ് ആണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ അമ്മേനെ ട്യൂഷനാക്കാൻ പോണുണ്ടായി. ആമിനെ ട്യൂഷനാക്കാൻ പോയപ്പോ നമ്മൾ ഈ സ്മൂത്തി കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നൈറ്റ് ആയപ്പോ ഈ പൊറോട്ടയും കുറുമക്കറിയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നു. വാപ്പ നമുക്ക് മേടിച്ചതാണ് കേട്ടോ. നല്ല ഫുഡ് ആയിരുന്നു. അപ്പൊ അത്രയുള്ള ഗൈസ്, ബൈ.